മുമ്പ് പറഞ്ഞ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് പറഞ്ഞ് അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനൊരു സാഹചര്യം അദ്ദേഹം ഒരുക്കിയില്ല. പകരം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതും മുമ്പ് പറഞ്ഞ ധാരണകളുടെയും ആ ഒരു തിരക്കഥയുടെയും ഭാഗമായിട്ടാണെന്ന് കരുതുന്നവരാണോ നിങ്ങൾ? പിന്നെ കൂടിയ ബുദ്ധിയാണത്, സൂത്രശാലിയാ, കൂടിയ ബുദ്ധിയാണത്. മെമ്പർഷിപ്പ് ഒരു പരിപാടിയാണ്. പുറത്താക്കി എന്നുള്ള നടപടി വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ്. പുറത്താക്കി എന്നുള്ള രക്തസാക്ഷി കുടുംബമല്ലേ അദ്ദേഹത്തിൻ്റെ. ജി ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വത്തെ പത്രസമ്മേളനത്തിൽ വക്രീകരിച്ചാണ് പറഞ്ഞത്. ആ രീതി കണ്ടില്ലേ നിസാറൊക്കെ ഭുവനേശ്വരൻ രക്തസാക്ഷി ദിനങ്ങൾ, ഷാംജി, കുഞ്ഞുകുട്ടൻ ഇവരെല്ലാവരും ഓരോ വർഷവും വളരെ ആവേശത്തോടെ ആലപ്പുഴ ആചരിക്കുന്നത് കണ്ടിട്ടുള്ള ആൾ കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അപ്പോൾ അതായത് പറഞ്ഞു വരുന്നത് ഭുവനേശ്വരൻ ഇപ്പുറത്തും ജി സുധാകരൻ വലതുപക്ഷത്തും എന്നാണോ? അതാണ് തീർച്ചയായിട്ടും അതെ. രക്തസാക്ഷിത്വത്തെ ഭുവനേശ്വരൻ എന്ന് മാത്രമല്ല, ഭുവനേശ്വരനെ തള്ളിപ്പറഞ്ഞതിലൂടെ ഈ രക്തസാക്ഷികളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന നിലപാടാണ്. അതെ, ഞങ്ങള് അനശ്വര ഭുവനേശ്വര എന്നാ വിളിക്കുന്നത്. ആദ്യം അനശ്വര എന്നാ വിളിക്കുന്നത്. അതായത് ഈ നിലവിലെ ജി സുധാകരനൊപ്പം സഖാവ് ജി ഭുവനേശ്വരൻ എന്ന ധീര രക്തസാക്ഷിയുടെ ഓർമ്മകളും ഒന്നും അദ്ദേഹത്തിനോടൊപ്പം ചലിക്കുകയില്ല, സഞ്ചരിക്കുകയില്ല എന്നാണോ ഇടതുപക്ഷക്കാർ പറഞ്ഞത്? ഒന്നുമില്ല. ജി സുധാകരൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാവായിട്ടുണ്ട്. അതിന് പിന്നെ ജി ഭുവനേശ്വരനാ. ജി ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വത്തിൽ നിന്നും വളർന്നു വന്ന നേതാവിൻ്റെ പേരാണ് ജി സുധാകരൻ. ആ രക്തസാക്ഷിത്വത്തെ തള്ളിപ്പറയുക മാത്രമല്ല, കഴിഞ്ഞ 4 മാസം മുമ്പ് അദ്ദേഹത്തെ പോസ്റ്റുണ്ട്. KSU DSU ഗുണ്ടകൾ കൊന്ന ആദ്യം KSU ആണ് അല്ലേ? അതിൽ KSU ആയ ജി സുധാകരൻ ഇന്ന് മാറുന്നു. കാരണം എന്താ? UDF-മായി ഉണ്ടായ ഡീലാണ്. ആ ഡീലിൽ പറയുന്നത് എന്താ? കോൺഗ്രസ് നാളെ തള്ളിപ്പറയും, നാളെ വീണ്ടും പറയും പിണറായി മുഖ്യമന്ത്രിയാകണമെന്ന് പറയുകയാണ്. അതിലിപ്പോൾ ഇനി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം മാറുക, ഇന്നലെ മാറി, ഇത് മാറും. ആ കാരണം എന്താ? നേരത്തെയുള്ള ഡീൽ പറഞ്ഞ കണക്ക് KC വേണുഗോപാലുമായും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ടുള്ള ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ളതാണ്.